പവർലൂം സെറ്റുമുണ്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും സെറ്റുമുണ്ടുകളോടുള്ള എൻ്റെ അടങ്ങാത്ത പ്രേമം നന്നായിട്ട് അറിയുമായിരിക്കുമല്ലോ അല്ലേ. ഈ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ട് അറിയാൻ പറ്റും. സാരിയെക്കാട്ടിലും എനിക്ക് ഹാൻഡ്ലൂം പവർലൂം ആയിട്ടുള്ള സെറ്റുമുണ്ടുകളാണ് ഒത്തിരി ഇഷ്ടം. അതിൽ ഹാൻഡ്ലൂമാണ് കുറച്ചും കൂടെ ഇഷ്ടം കൂടുതൽ. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒത്തിരി പവർലൂം സെറ്റുമുണ്ടുകളും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഈ സെറ്റുമുണ്ട് ഹാൻഡ്ലൂമിന് അതേപോലെ തോന്നിക്കുന്ന, അതായത് കൃത്യമായിട്ട് റിപ്ലിക്ക ആയിട്ടുള്ള ഒരു ഹാൻഡ്ലൂമിൻ്റെ ഒരു പവർലൂം സെറ്റുമുണ്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പവർലൂം എന്ന് പറയുന്നത് നമ്മൾ മിഷൻസ് യൂസ് ചെയ്തിട്ട് വീവ് ചെയ്യുന്നതും ഹാൻഡ്ലൂം എന്ന് പറയുന്നത് കൈത്തറിയായിട്ട് വീവ് ചെയ്യുന്നതാണ് കേട്ടോ. പവർലൂം സെറ്റുമുണ്ടുകൾ നോർമലി ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ ഒരു വാഷിന് ശേഷം ഉപയോഗിക്കാൻ ശ്രമിക്കുക. യൂസ് ചെയ്തതിന് ശേഷം റിവൈവോ അല്ലെങ്കിൽ ഉജാല സ്റ്റിഫ് ആൻഡ് ഷൈൻ പോലെയുള്ള ലിക്വിഡിനകത്ത് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുക്കി അയൺ ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഹാൻഡ്ലൂം പോലെ തന്നെ നമുക്ക് നല്ലോണം ഒതുങ്ങി നീറ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ ഈ സെറ്റുമുണ്ട് വാങ്ങിച്ചത് കേരള ബൈഗോൺ ഫാഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് കയറി നോക്കാൻ മറക്കണ്ട. ഞാനവരുടെ പേജിനൂടെ കൊളാബ് ചെയ്യുന്നുണ്ട്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെറ്റുമുണ്ടുകൾ ഈ പേജിൽ അവൈലബിൾ ആണ്. താങ്ക്